വിനിത, ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റുകൾ എന്താണ്? കാരണം എനിക്ക് അല്പം കേൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാര്യം എനിക്കറിയാം നല്ല ബഹളമാണ്, ഇലക്ഷൻ്റെ ബഹളവും അണ്ടികളുടെ ബഹളവും എല്ലാം കൊണ്ട്. അപ്പോൾ വിനിത പറഞ്ഞോളൂ, ഡൽഹിയിൽ നിന്ന് എന്താണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് സംവദിക്കാനുള്ള കാര്യം? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പാർലമെന്റ് നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നിലവിൽ ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന LPG പ്രതിസന്ധി തന്നെയാണ്. അത് പല മേഖലകളിലും ആ പ്രതിസന്ധി വർദ്ധിക്കുമോ എന്നുള്ളൊക്കെയുള്ള ആശങ്കയുണ്ട്. പക്ഷേ അതിനോടകം തന്നെ ക്രിയാത്മകമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുവെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷവും ഒപ്പം തന്നെ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയും ചർച്ച ചെയ്യണമെന്ന് പാർലമെന്റിൽ ആവശ്യം ഉയർന്നേക്കും. പ്രതിപക്ഷം ഇന്നും അത്തരത്തിലേക്കൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ഈ യോഗത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലേക്ക് അടച്ചിട്ടൊരു മുറിയിൽ ഇരുന്നല്ല ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതെന്നും പാർലമെന്റ് നടക്കുന്നതിനാൽ തന്നെ ഈ വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നുമാണ് പ്രതിപക്ഷ നേതാക്കളുടെ അടക്കം, പ്രതിപക്ഷ എംപിമാരുടെ അടക്കം ആവശ്യം ഈ ഘട്ടത്തിലുള്ളത്. ഒപ്പം തന്നെ ഈ സംഘർഷത്തിന്റെ ആഘാതം അത് നീണ്ടുപോകാൻ ഇടയുണ്ടെങ്കിലും പരിഭ്രാന്തി ആകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നും മതിയായിട്ടുള്ള ഒരു കരുതൽ ഇന്ധനം അത് രാജ്യത്ത് ഉണ്ട് എന്നുമാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രാജ്യത്തിന്റെ വിദേശ നയം അടക്കം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഈ ആവശ്യം ഉന്നയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ഇന്നും നോട്ടീസ് നൽകുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ധനാഭ്യർത്ഥന ബില്ല് കൂടി രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള ഒരു യോഗം കൂടി ചേരുകയാണ്. ഈ സംഘർഷം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലൊപ്പം തന്നെ ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ഈ ഘടകങ്ങളിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ആ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുക്കില്ല. മറ്റ് മുഖ്യമന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഓൺലൈനിലൂടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.